பயப்படுறதுக்கு உன்ன மாதிரி காசுக்கு மாரடிக்கிற எச்ச கூலிப்படம் நினைச்சியா? பாண்டியன், ரத்னவேல் பாண்டியன். ഞാൻ ഇതുവരെയും ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടില്ല. ആരെ വീഡിയോ ആണെന്ന് ഞാൻ പറയാം. ജാസിൽ ആഷി കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ അങ്ങ് ഇവരെ വിഷയം അങ്ങ് കത്തിപ്പടരുകയാണ്. ഓരോരുത്തരും എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടു. പക്ഷെ ഞാൻ ഇതുവരെയും ചെയ്തില്ല. അപ്പോൾ ഇന്നലെ യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ട ഒരു രംഗമാണ് ജാസിൽ, അതായത് ജാസിൽ ഒരു കല്യാണത്തിൻ്റെ കാര്യം പറയുന്ന കണ്ടു. എന്തോ പ്രൊമോഷൻ അങ്ങനെ എങ്ങാണ്ട് പോയ സമയത്ത് അവിടെ വെച്ച് ആരോ ചോദിക്കുന്നു കല്യാണത്തിൻ്റെ കാര്യം. അപ്പോഴും ജാസിൽ പറയുന്നു കല്യാണം ഉടനെ ഉണ്ട്, എല്ലാവരും ബിഗ് ബോസിലേക്ക് പോയേക്കുകയാണെന്ന്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കല്യാണം ഉടനെ ഉണ്ടാവും, എല്ലാവരും വിളിക്കണം. എന്റെ ഫ്രണ്ട്സാണ് ആചാനൂറൊക്കെ, അവരൊക്കെ ബിഗ് ബോസിലാണല്ലോ. പിന്നെ രേണു ചേച്ചി ബിഗ് ബോസിൽ എടുത്ത് രേണു ചേച്ചി ഇറങ്ങി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇനി കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ റിയാസും കയറി ബിഗ് ബോസിൽ. അപ്പോൾ എല്ലാവരും ഒക്കെ എല്ലാവരും എത്തിയിട്ട് ഒരു നല്ല ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് ഒരു അടിപൊളി കല്യാണം ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും വരണം. സൂപ്പർ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യും അല്ലേ? ഇതാണ് കാര്യം. ആദിലെ നൂറയൊക്കെ ബിഗ് ബോസിലാണ്. അതുപോലെ റിയാസ് ഈ ഇടയ്ക്ക് കയറിയിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞതാണ്. പിന്നെ അതുപോലെ രേണുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. രേണു ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് അവരൊക്കെ ഇറങ്ങിയതിന് ശേഷം കല്യാണം ഉണ്ട്, നിങ്ങളെയും വിളിക്കാം എന്നാണ് പറയണത്. ഈ ജാസിലെന്ന് പറയുന്ന ജാസി ട്രാൻസ്ജെൻഡർ, ഇവൻ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ച ഒരു ആളാണ്. കല്യാണം കഴിച്ച് ഇവൻ പറയുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ കണ്ടത്, 1 മാസം വരെ ഒരു പെൺകുട്ടിയായിട്ട് കഴിഞ്ഞ് അവരെ വീട്ടുകാർ തങ്ങളിൽ ഉറപ്പിച്ച് ഇവനും ഇഷ്ടപ്പെട്ട് പോയി കണ്ട് ആ പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട് അവസാനം ഇവൻ കല്യാണം കഴിഞ്ഞ് 1 മാസം വരെ ജീവിച്ചു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് 1 മാസം കഴിഞ്ഞിട്ട് കുട്ടികളില്ലേ? അപ്പോൾ പറയുന്നു കുട്ടികളില്ല, 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ദുബായിലേക്ക് പോയി എന്നും ഈ ജാസിൽ പറയുന്നുണ്ട്. വേറൊരു പെൺകുട്ടിയെ ഇവൻ കല്യാണം കഴിച്ചു. ഇവന് ജനിച്ചപ്പോൾ മുതലേ ഇവൻ ട്രാൻസ്ജെൻഡർ ഒന്നും അല്ലായിരുന്നു, ഒരു ആൺകുട്ടിയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവൻ വലുതായി, ഇവന് താടിയും മീശയൊക്കെ വന്നതിന് ശേഷം പിന്നീട് ഇവൻ വിചാരിച്ചു കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെ കല്യാണം കഴിച്ചു ഒരു പെണ്ണിൻ്റെ ടേസ്റ്റും അറിഞ്ഞതിന് ശേഷം 1 മാസം വരെ 1 മാസത്തിൽ കൂടുതൽ കൊണ്ട് നടന്നു. ഈ പെൺകുട്ടിയെ കൊണ്ട് നടന്നിട്ട് പിന്നെ ഇവൻ പറയുകയാണ് എനിക്കിനി ഇത് വേണ്ട, എനിക്ക് പെണ്ണാവണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ എന്തോന്നിത് ടിക്ടോക്ക് വഴി ഇവൻ ഒരു പയ്യനെ പരിചയപ്പെട്ടു. അവൻ്റെ പേരാണ് ആഷി. അവൻ നല്ല കാസർഗോഡുകാരനങ്ങാണ്ടേണം തോന്നുന്നു. നല്ല ഒരു പയ്യൻ, പക്ഷേ ആളിത്തിരി മെടയൊക്കെയാണ് കേട്ടോ. ആൾ പെൺകുട്ടികളുമായിട്ടൊക്കെ ഇത്തിരി ലൈനും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെ ഇവൻ എന്തോന്നിത് ഈ ജാസിലെന്ന് പറയണ അവൻ കല്യാണം കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം അവളെ ഉപേക്ഷിച്ചു. പിന്നെ ബന്ധം കണ്ട് വേർപെടുത്തി. ഇവൻ എന്തോ അങ്ങോട്ട് പണമൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ ഇവൻ ഒഴിവായി. അപ്പോഴാണ് ഇവൻ ഒരു ധാരണ, ആഷി അത്യാവശ്യം വീഡിയോസുകളൊക്കെ ടിക്ടോക്കിൽ ചെയ്യുന്ന ഒരാളായിരുന്നു. ആഷിയായിട്ട് പരിചയപ്പെട്ട് അവൻ്റെ പണം എങ്ങനെയോ തട്ടിയെടുക്കാനൊക്കെ ഉള്ള ശ്രമമാണ്. ഈ ജാസിലിന് പണമെന്ന് വെച്ചാൽ ഇവന് പണത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ഒരുത്തനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് നമുക്ക് ഓരോ വീഡിയോയിലൂടെ ആയിരുന്നാലും കാണാൻ പറ്റും, പരിചയപ്പെടുന്നു. അപ്പോഴാണ് പിന്നെ അതിനുശേഷമൊക്കെ അറിയുന്നു ഈ ആഷി കോഴിയാണെന്നും ആഷിക്ക് വേറെ പെൺപിള്ളേരുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ അറിഞ്ഞു. അവരെ വീട്ടുകാർ തന്നെ ഈ ആഷിക്ക് ഏതോ ഒരു പെൺകുട്ടിയായിട്ട് വാക്കങ്ങാണ്ടൊക്കെ പറഞ്ഞു വെച്ചു. അങ്ങനെയൊക്കെ ഒരു കഥ കേട്ടായിരുന്നു. വളയിടുകയോ അങ്ങനെയൊക്കെ ചെയ്തു. ഈ സാധനം ഇതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ട് ട്രാൻസ്ജെൻഡർ എന്നും പറഞ്ഞ് ചെന്ന് അത് നല്ലൊരു പയ്യൻ്റെ കുടുംബം തകർക്കാനായിട്ട് ഇവൻ അതിലോട്ട് ചെന്ന് വീണു. അവർ പരസ്പരം അവരെ വീട്ടുകാരുമായിട്ട് എതിർപ്പൊക്കെ ഉണ്ടായി. ഈ ജാസിലിന് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അവൻ ഒരു ആണായി നിന്ന് താടിയും മീശയും എല്ലാം ഉള്ള ഒരു നല്ല പ്രായം ചെന്ന ഒരു പയ്യൻ അന്നൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ പെണ്ണിനെ പോയി കണ്ട് ഒരു പെൺകുട്ടിയെ പോയി കണ്ട് കല്യാണം കഴിച്ച് അവളുമായിട്ട് കുറച്ച് നാൾ
കഴിഞ്ഞ് അവളെ രുചി അറിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ട്രാൻസ്ജെൻഡർ ആണെന്നും പറഞ്ഞുകൊണ്ട് ആഷിയെ പരിചയപ്പെടുന്നതും ആഷിയിലോട്ട് ടിക്ടോക്ക് വഴി ആഷിയിലോട്ട് പോണതും ജാസിൽ ആഷിയെ അടിക്കുകയോ അങ്ങനെ എങ്ങാണ്ടെയൊക്കെ ചെയ്തു. ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി. പിന്നെ ഇതിന് ഈ ഇടക്കാലത്ത് വെച്ച് ആഷിയുടെ ഉമ്മ മോനെ തിരിച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരികയും ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് വിഷയങ്ങളായി. ഇവർ രണ്ട് പാർട്ടിക്കാരും തമ്മിൽ, ജാസിലും ആഷിയും തമ്മിൽ ഒരുമിച്ച് കഴിയുകയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങളായി. ആഷിയുടെ വീട്ടിൽ പോകണമെന്നും ഉമ്മാരുടെ അടുത്ത് പോകണമെന്നൊക്കെ ഉള്ളൊരിതായി. പക്ഷേ ഈ സാധനം ഈ പരമനാറി വിടൂല. ഇതാണ് വിഷയം. ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് യവനെ പിടിച്ച് അടുപ്പിച്ച് വെക്കുകയും, പെണ്ണല്ല എന്നുള്ളത് ആഷിക്ക് അറിയാമല്ലോ, ആഷിക്കും അറിയാം, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടുപ്പിച്ച് വെക്കുകയും പിന്നെ യവനെ ആഷിയെ അങ്ങോട്ട് വിടാതെ ആയി. പിന്നെ ആഷിയുടെ ഉമ്മ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തു. അവർ ഭയങ്കര കരച്ചിലൊക്കെ. ഒരു ഉമ്മാരെ കണ്ണുനീര് അങ്ങനെയാണ്. മക്കളെ പെറ്റ് വളർത്തി ഇത്രയും വലുതാക്കി അവർക്ക് പല ഉമ്മാക്കായിരുന്നാലും വാപ്പാർക്കായിരുന്നാലും അവർക്ക് പല പല മോഹങ്ങളും ആഗ്രഹങ്ങളും കാണും. ആ മക്കൾ ഇന്ന രീതിക്ക് വളരണം, വളർത്തി വലുതാക്കണം, അവരെ വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്ന് ഏതൊരു ഉമ്മായും വാപ്പായും ആയിരുന്നാലും വിചാരിക്കും. എന്നിട്ട് അവർക്ക് നല്ലൊരു കുടുംബജീവിതം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ കുടുംബത്തിൽ നിന്നും ഈ മകനെ അങ്ങോട്ട് തട്ടിയെടുക്കുകയും ഇവനെ അവസാനം ഊരി പോവാൻ പറ്റാത്തൊരു വിധം ആയി. ജാസിലിൻ്റെ പേര് പിന്നെ മാറ്റി ജാസി എന്നാക്കുകയും സഹി കെട്ട് ആഷി പറയുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂവിലാണ്ട് പറഞ്ഞ് എനിക്ക് പോവാൻ പറ്റുന്നില്ല, എന്നെ വിടുന്നില്ല. ജാസിൽ ആഷിയെ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യണം. നീ ഇന്ന പെൺപിള്ളേർക്ക് വിളിച്ചില്ലേ, നീ ഇന്ന പെൺപിള്ളേരുമായിട്ട് നിനക്ക് കണക്ഷൻ ഇല്ലേ, നീ അവരുമായിട്ട് ഹോട്ടലിൽ പോയില്ലേലോ, ഒരുമാതിരിയുള്ള വർത്തമാനങ്ങൾ ഈ ജാസിൽ പറയുകയും അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കമൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായി. ഷെരീഫിൻ്റെ ഒരു വീഡിയോ എനിക്ക് കാണാനിടയായി. സത്യം പറഞ്ഞാൽ ചിരിച്ച് മണ്ണ്. പിന്നെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഈ ജാസിലിൻ്റെയും ആഷിയുടെയും വീഡിയോ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ചെയ്തില്ല. ഇപ്പം ഇന്നലെ ഞാൻ ഈ ഒരു കാര്യം കണ്ടായിരുന്നു, ഈ ഒരു ഷോർട്സ് വീഡിയോ കണ്ട്. അതാണ് കല്യാണക്കാര്യം ജാസിൽ പറയണത്. ഇനി എന്തോന്ന് കല്യാണോടാ നിനക്കിനി എന്തോന്ന് കല്യാണം? നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിൻ്റെ ജീവിതം നീ തകർത്ത്, അതിപ്പോൾ എവിടെയാണെന്നോ എന്ന് അറിയാൻ വയ്യ. അതിനെ വേറെ കെട്ടിച്ച അതിനി കുടുംബമായിട്ട് കഴിയണം ഒന്നും അറിയാൻ വയ്യ. അപ്പം ഒരു പെൺകുട്ടിയുടെ ജീവിതവും തകർത്ത് എല്ലാവരും അറിഞ്ഞ് വീട്ടുകാരെ സമ്മതത്തോടു കൂടി അവൻ കല്യാണം കഴിച്ചിട്ട് പിന്നെ അവസാനം പറയണ് അവനത് താല്പര്യമില്ലായിരുന്നു. അപ്പോഴേ അവന് പെണ്ണിൻ്റെ രൂപം ഉണ്ടായിരുന്നു. എന്തോന്ന് പെണ്ണിൻ്റെ രൂപം? നീ യഥാർത്ഥ പെണ്ണായില്ലല്ലോ, നീ യഥാർത്ഥത്തിൽ ആണാണ്. നീ പെൺവേഷം കെട്ടി ഇങ്ങനെ നടക്കണതാണ്. എന്നിട്ട് ഈ ആഷിക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടൂലേ? അതുകൊണ്ട് ആ ഉമ്മ ഇപ്പോഴും കരഞ്ഞും കണ്ണീരൊഴിപ്പിച്ച് നടക്കുന്നു. അതിൻ്റെ ശാപം നിനക്ക് കര കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉമ്മ ശപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശാപം നീ നിനക്കത് ഏക്കും. നീ ഒരിക്കലും മുന്നോട്ട് പോകില്ല. നീ ഇപ്പം ഈ പണത്തിൻ്റെ ഹുങ്ക് കൊണ്ടും പിന്നെ പ്രമോഷൻ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ടും നീ അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അത് ഈ ആഷിയെ കൂടെ കൊണ്ടാണ് പോണത്. അവനെ തെറ്റിദ്ധരിപ്പിച്ച് ജാസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം ഈ ആഷിയം കൊണ്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ പ്രമോഷൻ വീഡിയോ ഉണ്ട്, ഫോട്ടോഷൂട്ട് ഉണ്ടെന്നും പറഞ്ഞ് വേഷം കെട്ടി അവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല ഒരു പയ്യൻ. ആ ഉമ്മാക്ക് എന്ത് വേദന കാണും? അവരെ മകനെ ഇങ്ങനെ യവൻ തട്ടിയെടുത്ത് പെൺവേഷം കെട്ടി ഇങ്ങനെ നടക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഷെരീഫിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഞാൻ അനന ചേച്ചിയുടെ ശരി ശരി ജാസിന ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിച്ചതെന്ന് ജാസി പറഞ്ഞു. ഞാൻ അംഗീകരിക്കുന്നു. ശരി, അനന ചേച്ചിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ജാസിയോട് ഞാൻ പറഞ്ഞപ്പോ ജാസി എന്താ എന്നോട് തിരിച്ചു പറഞ്ഞു? ജാസി കല്യാണം കഴിക്കരുത് വേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോ ജാസി എന്നോട് എന്താ പറഞ്ഞ? എന്നെ കൊണ്ട് കല്യാണം കഴിയാൻ എനിക്ക് പറ്റും, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ജാസി ഇത് ഫോഴ്സ് മാരേജ് ആയിരുന്നു ജാസി? അത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, എന്ത് ഇവന്റെ ഇങ്ങനെ ഓന് വൈറലാകുന്നതിന് മുമ്പ്, ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന്റെ മുമ്പ് അവര് പരിചയത്തിൽ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട്.
എന്നാ ഈ കല്യാണം കഴിക്കണം, നീ എനിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ കല്യാണം കഴിക്കണ്ടെന്ന്. അപ്പൊ അവൻ പറഞ്ഞു എനിക്കിത് പറ്റും, ഞാൻ കല്യാണം കഴിക്കും, ഞാനാണെന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ആ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്നിട്ട് പറയുന്നത് അന്നത്തെ സാഹചര്യങ്ങള് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കഴിച്ചതെന്ന്. ഇപ്പൊ എനിക്ക് ആ സാഹചര്യം ശരിയാണ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കല്യാണം കഴിക്കരുതായിരുന്നു. എന്നിട്ട് പറയണത് അന്നത്തെ സാഹചര്യം കൊണ്ടാണ് കഴിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പെണ്ണ് എങ്ങനെയാണെന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ കല്യാണം കഴിച്ചത്. അപ്പം പെണ്ണിൻ്റെ ടേസ്റ്റ് അറിയണം, ആണിൻ്റെ ടേസ്റ്റ് അറിയണം. നല്ല പരിപാടി തന്നെ. ബാക്കി കാണാം. സാഹചര്യങ്ങളില് വ്യത്യാസം വന്നു, അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. എങ്ങനെയുണ്ട്? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് ഓന്റെ സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ബാക്കി കേക്ക് വീട്ടുകാരിൽ പറയാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിം. മൂത്താപ്പയാണെങ്കിൽ എനിക്ക് എന്റെ ഉപ്പാനെക്കാട്ടും പേടി എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠനായിരുന്നു. അല്ല മോളെ, ഇതിപ്പോ എന്നോട് പറയുന്നത് ഓക്കെ, നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴാണ് നിന്റെ സംസാരത്തിലുള്ള വിരോധാഭാസം എല്ലാവരും പറയുന്നത്. നീ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത്. ശരി, ഞാൻ അംഗീകരിക്കുന്നു. അതിന് മുൻപ് ഞാൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ലെന്ന് ദയക്ക് അറിയില്ലേ? എനിക്കറിയാമായിരുന്നു. എനിക്ക് ജാസി ട്രാൻസ്ജെൻഡർ ആയിരുന്നു അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസി കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞപ്പോ ഞാൻ ജാസിയുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് മോളെ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റും മോളെ, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും, എനിക്ക് അതാണ് ഇഷ്ടം എന്ന് എന്റെ അടുത്ത് സംസാരിച്ച ഒരാളാണ്. അതെനിക്കൊരു ഫോഴ്സ് മാരേജ്. അപ്പൊ അത് നീ ഒരിക്കലും അത് ഫോഴ്സ് മാരേജ് ആണ് പറയരുത്. ഫോഴ്സ് മാരേജ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ വാശി പിടിച്ച് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നിന്റെ ഉപ്പയോ മൂത്താപ്പയോ ഉമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ അന്ന് ചേച്ചിയുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് അപ്പൊ തുറന്ന് പറയാമായിരുന്നല്ലോ, എടി ഫോഴ്സ് ചെയ്യാടി വീട്ടിൽ നിന്ന് മാരേജ് ചെയ്യാൻ വേണ്ടിട്ട്, എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയല്ല ജാസി പക്ഷെ പറഞ്ഞത്. ഞങ്ങളോടും പറയാൻ പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ എന്തെന്നാ പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ നീ അന്ന് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ നീ അന്നും പറഞ്ഞില്ലായിരുന്നു. അവൻ സത്യത്തിൽ കടന്ന ഉരുളാണ്. ഇവൻ എന്താണ് ആദ്യം പറഞ്ഞറിയോ? ഞാൻ എന്റെ വീട്ടുകാർ അത്ര നിർബന്ധിച്ചതിന്റെ പേരില് ഞാൻ കല്യാണം കഴിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യൂല എന്നാ പറഞ്ഞത്. ഇപ്പോ ഇതിനു മുമ്പ് ഇവനും ഇവന്റെ ഒരു കൂട്ടുകാരി എന്ന് പറയുന്ന ഒരു പെണ്ണും ഇവര് തമ്മിൽ സംസാരിച്ച പേഴ്സണൽ വിഷയത്തെ കുറിച്ചിട്ട് ഇവൾ അവനെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കാണ്, നീ എന്തിനാ ഇങ്ങനെ? കാരണം അവൾക്ക് അറിയാം ഇവൻ പറയുന്നത് മുഴുവൻ കള്ളത്തരാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നുള്ളത്. അതിനെ തന്നെ ഞാനും എതിർത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളും എതിർത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അവരോട് അയ്യഭാവം തോന്നിയിട്ട് അവൻ ചെയ്യുന്നത് അങ്ങനെയല്ല, അവൻ ജന്മന അങ്ങനെയാണെന്ന് പറയുമ്പോ ഈ കുറ്റിപ്പുറത്തുള്ള അവന്റെ നാട്ടുകാർ പറയുന്നുണ്ട് അവൻ ജന്മന എങ്ങനെയൊന്നും അല്ലാന്ന്. അവന്റെ കല്യാണ ആൽബം അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അവനെ എങ്ങനെയാണ്. പിന്നെ ഇവൻ പെട്ടെന്ന് ഈ ആശിനെ കിട്ടി. അതെന്ത് സംഭവം എന്നറിയോ? ഈ ടിക്ടോക്കില് ചുരുങ്ങിയ കാലം കൊണ്ടാണ് അവ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അപ്പോ അതിനൊരു ഇൻകം കൂടി വരവ് തുടങ്ങിയപ്പോ ഇവൻ എന്ത് വിചാരിച്ചു? കുറച്ച് പേരുദോഷം കിട്ടിയാലും വേണ്ടില്ല, ആരും ചെയ്യാത്ത ഒരു രീതികളാണ് ഇപ്പൊ എന്റെ അടുത്തുള്ളത്. അപ്പൊ ചെയ്ത ചിലപ്പോ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടാം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ കളിയാണ്. ഇവന്റെ ഈ ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഇവൻ ഈ ആശിയുടെ ലൈഫും വെച്ചിട്ട് ഇതിൽ കളിച്ചത്. കാരണം ആശി ഇതിന്റെ മുമ്പ് ഇവൻ തല്ലിയിട്ടുണ്ടെന്നും ഇവൻ ഈ ആശിനി ഒരു പെണ്ണിനെയും പാടെ ഒരു റൂമിലിട്ട് പിടിച്ചിട്ട് അവൻ അടിച്ചു ഇവൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞതാ. ഈ ആണുങ്ങളോട് മാത്രം താല്പര്യമില്ല ആശിക്ക്, പിന്നെ എവിടുന്ന ഈ റൂമിൽ നിന്ന് പെണ്ണിനെ പിടിച്ചത്? അപ്പൊ അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആശി വേറെ ഒരു റൂമിലിട്ട് പിടിച്ച് ആശി എടുത്തിട്ട് അടിച്ചായിരുന്നു. ആശി സത്യം പറഞ്ഞ പക്ക കോഴിയായിരുന്നു കേട്ടാ. സംസാരം കേട്ടാ ഒരു ആണിൻ്റെ സ്വരമൊന്നും അല്ല, ഒരു പെണ്ണിൻ്റെ സ്വരം പോലെ തന്നെ ഇപ്പോഴും അവൻ സംസാരിക്കും കണക്ക് തന്നെ. എനിക്ക് അവനൊന്ന് വിളിക്കാനേ പറ്റുള്ളൂ ജാസിലിനെ. ഇന്നിപ്പോ രണ്ട് ചർച്ചയാണ് വെച്ചിട്ട് ജാസി ബ്രാ ആക്കാനുള്ള പരിപാടിക്കാം, മനസ്സിലായോ നമുക്ക്? അതുകൊണ്ടാ പറയുന്നത് ഇവനെ വിശ്വസിക്കണ്ടെന്ന്. ഇവനിപ്പോ ഈ ചർച്ചയും വെച്ച അതും പൊത്തിപ്പിടിച്ചിട്ട് സ്വയം പെണ്ണാണ്, ഓനെ ആണായി കൂട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് തന്നെ നടക്കുക. ഇനി അഥവാ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാ ഓലൊക്കെ പേരിൽ കേസും കൊടുക്കുന്നർത്ഥം. കോടതിയിൽ ഇനി വേറെ കേസ് എടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. കാരണം ഇവനെ ആണെന്ന് പറഞ്ഞ ആളുകളുടെ കേസ് കണ്ടമാനുണ്ട് വരാൻ. ഞാനും ഉണ്ടാവുക ഇതൊന്നും ഉറപ്പാണ്. പിന്നെ അടുത്തത് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നോക്കിക്കണ രംഗം പറയാം. ക്ഷുദ്രം കൂടോത്രം ആശിയുടെ സ്വയം ഇഷ്ടത്തിന് വന്നതാണെന്ന് പറഞ്ഞില്ലേ?
അപ്പോ നിങ്ങൾ അതൊന്നും കൂടി കേൾക്കും. ഒരു 2 മിനിറ്റ് ഞാനൊന്ന് സൈലന്റ് ആകുക. ഉസ്താദ് ഞങ്ങൾ ഇന്ന് നിലമ്പൂർ ഒരുമിച്ച് പോകുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് നോക്കിയോ? എൻ്റെ ഉമ്മാൻ്റെ പേര് ആയിഷ എന്നാണ്, എൻ്റെ ഉമ്മാൻ്റെ പേര് സൈനബ എന്നാണ്. നമുക്ക് പറയോ? നോക്കിയപ്പോൾ എന്താണ് കിട്ടിയതെന്ന് പറയോ? പോകുന്നാണോ പോകൂലെന്നാണോ ഉസ്താദിന് കിട്ടിയത്? ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണ് ഒന്ന് നിലമ്പൂർ തീർന്ന് പണ്ടത്തെ പോലെ ഒരു ഓക്കെ ആവാന്നുള്ളത് അറിയോ? മുന്നോട്ട് പോണ കാരണമില്ല, അത് ബന്ധം മുറിയുന്ന പോലെ കാണുന്നത് കേട്ടോ. ഉസ്താദ് നോക്കിയപ്പോഴാണ് പറയണ മുന്നോട്ട് പോണ ലക്ഷണങ്ങളില്ല, ബന്ധം മുറിയണത് പോലെയാണ് തോന്നണം. ആശിയായിട്ട് ആശി പോവും, ആശി ജാസിയെ കളഞ്ഞിട്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ട് കൂടോത്രം ചെയ്യാനൊരുങ്ങി ഉസ്താദിനെ കൊണ്ട് നോക്കിച്ചു. ഉസ്താദ് പറയുന്നത് പകുതി വഴിയിൽ ഇട്ടിട്ട് പോകുമെന്നാണ് പറയണത്. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ. ആശി ഉമ്മാരുടെ അടുത്ത് തന്നെ തിരിച്ചു പോട്ടെ. ഇവൻ ഈ ആശി കാണിക്കണത്, ആശി ശരീരാനങ്ങാതെ ഇരുന്ന് വല്ല തിന്നാൻ വേണ്ടിയിട്ടാണ് ജാസീര പിറക്കെ കൂടിയത്. എന്തായാലും നല്ല കോമഡി തന്നെ കേട്ടോ. എന്തായാലും ആശി ഉമ്മാക്ക് തിരിച്ചു കിട്ടട്ടെ, ഉമ്മാരുടെ അടുത്ത് തന്നെ പോട്ടെ. ആ ഉമ്മാരെ കണ്ണുനീര് എത്രത്തോളം വീണിട്ടുണ്ടോ അതുപോലെ ജാസിൽ അനുഭവിക്കുക തന്നെ ചെയ്യടാ, നീ അനുഭവിക്കുക തന്നെ ചെയ്യും.